my guys, welcome back to Dr. Kid Smile. Smile. ലാസ്റ്റ് പോയിട്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഇന്നലെ ഞാൻ ഒരു ഷോർട്സിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഞാൻ ഇതേപോലെ സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ ബാക്കി എല്ലാ വീഡിയോസും ചെയ്യുന്ന അതേപോലെ തന്നെ ഈ ഒരു ഫൺ എലമെൻ്റായിട്ട് എടുത്തിരുന്നൊരു സംഭവം ആൾക്കാർ കുറച്ച് വൾഗറായിട്ട് എടുത്ത് അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല, ഇപ്പോൾ എൻ്റെ കഴുത്തിനോ കാര്യങ്ങളോ എന്തെങ്കിലും പ്രശ്നം പറ്റുമ്പോൾ അത് എൻ്റെയാണ് റീസൺ എന്ന് അറിയാനുള്ള ബോധം എനിക്കുമുണ്ട്, അത് അറിയാനുള്ള ബോധം നിങ്ങൾക്കും ഉണ്ടാവും എന്നുള്ളൊരു ഫോമിലാണ് ഞാനിത് പറഞ്ഞത്. മാത്രമല്ല, ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ സാധാരണമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുമ്പോഴൊക്കെ പറയുന്ന രീതിയിലുള്ളൊരു പറച്ചിൽ മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ പല ആൾക്കാർക്കും അത് അവർ പേഴ്സണലി എടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഉള്ളത്. ഓക്കെ, എനിവേ, ഇപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്, കാരണമുണ്ട്. ആരെങ്കിലും ഇത് പേഴ്സണലി ഇത് എടുത്ത് നിങ്ങൾക്കിത് വിഷമമായിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. കാരണം ഞാൻ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ആരെയും സബ് ചെയ്തവരെ അങ്ങനെ ഇതാക്കി, കാരണം നിങ്ങൾ സബും കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളിങ്ങനെയൊക്കെ അറിയുന്നത്. സോ ഞാൻ അങ്ങനെ പേഴ്സണലി ആരോടും എന്താ പറയുക ഒരു വള്ളിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ഇതായിട്ട് വന്ന് പറയാൻ വേണ്ടിയിട്ട് പറയുന്നൊരു സംഭവമൊന്നുമല്ല. ജസ്റ്റ് എല്ലാ വീഡിയോസിലും നമ്മൾ പറയാറുണ്ട് ഫുഡ് കഴിക്കുമ്പോൾ. അതിപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു വെച്ചത് ഞാൻ ട്രൈ ചെയ്യണം എന്നില്ല. പക്ഷെ എന്ന് വെച്ചാൽ ഞാൻ ട്രൈ ചെയ്യുന്നു, കാര്യങ്ങളാക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഇതേപോലെ നമ്മൾ ചിലത് ഫണ്ണുള്ളതുണ്ടാവും, കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഒരു ഫണ്ട് എലിമെൻ്റ് ആയിട്ട് കുറേ ആൾക്കാർ ഇത് കാണുമ്പോൾ നമ്മൾ ജസ്റ്റ് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അത് ഇത്ര ഭയങ്കര ഭീകരമായിട്ടൊരു സാരമായിട്ട് എടുക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് ഒരു കാര്യം. എന്തായാലും അങ്ങനെ ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഇത് പേഴ്സണലി എടുത്തു കാര്യങ്ങളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രം മൈ പേഴ്സണൽ സൈഡ് ഐ എം സെയിങ് സോറി. കാരണം അങ്ങനെ ഫീൽ ചെയ്തവരോടൊക്കെയും അതേപോലെ ഇനിയിപ്പോൾ ആരൊക്കെ കാണുന്നത് എനിക്കറിയില്ല, അവരോടൊക്കെ ജസ്റ്റ് കാരണം ഞാനത് വളരെ കാഷ്വലി എന്ന് പോലെയല്ല, നമ്മളൊരു ഫ്രണ്ട്സിൻ്റെ ഇടയിൽ പറയുന്ന പോലെയാണ് ഞാൻ എൻ്റെ ഈ ഒരു സബ് എന്ന് പറഞ്ഞ രീതിയിൽ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെയല്ല നിങ്ങൾക്ക് എന്നുള്ളത് എനിക്ക് ഏകദേശം ഒരു ഫീല് കിട്ടിയിട്ടുണ്ട്. എനിവേ, ഐ ആം സോറി ഫോർ ദാറ്റ്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ കഴുത്തും എൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ദാറ്റ് ഫെൽറ്റ് ബാഡ് ഫോർ മീ ടു. അപ്പോൾ എനിവേ, അതും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബൈ.